അടുത്തൊരു 2 മാസം കൂടി കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളാണെങ്കിലും നമ്മുടെ കോളേജ് ആണെങ്കിലും ഒക്കെ പൂട്ടില്ലേ. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു 4 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കോളേജിനെ കുറിച്ചും നമ്മുടെ സ്കൂളിനെ കുറിച്ചും നമ്മുടെ ക്ലാസ് റൂമിനെ കുറിച്ചും നമുക്കൊന്ന് ഓർത്തെടുക്കണമെങ്കിൽ നമുക്ക് ആകെപ്പാടുള്ള ഒരു ഓപ്ഷന് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ആയിരിക്കും. അതിൽ നമ്മൾ ഇട്ടിട്ടുള്ള റീലും നമ്മൾ ഇട്ടിട്ടുള്ള പോസ്റ്റും ഒക്കെ ആയിരിക്കും. പക്ഷേ അതിൽ നമുക്ക് അധികം കാണാൻ പറ്റാത്ത ഒരാളുണ്ടാവും. ആ വീഡിയോ എടുത്തു തന്ന, ആ ഫോട്ടോ എടുത്തു തന്ന, നമ്മുടെ ആർട്സിനാണെങ്കിലും നമ്മുടെ സ്പോർട്സിനാണെങ്കിലും ഇതിലൊരു ട്രിപ്പ് പോവുകയാണെങ്കിലും ഏത് സമയത്തും നമ്മൾ എൻജോയ് ചെയ്യുന്ന സമയത്ത് അവൻ ആ സാധനം ക്യാമറയിൽ കൃത്യമായിട്ട് ക്യാപ്ചർ ചെയ്ത് ആ പരിപാടി കഴിഞ്ഞ് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവൻ ആ റീൽ എഡിറ്റ് ചെയ്ത് നമുക്ക് അയച്ചു തരുന്ന ഫ്രണ്ട് ഉണ്ടാവും. ചിലപ്പോൾ അവൻ്റെ കയ്യിൽ നല്ലൊരു ഫോൺ പോലും ഉണ്ടാവില്ല. ആ വീഡിയോ അവൻ ഒരു ഐഫോണുള്ള സുഹൃത്തിൻ്റെ അടുത്ത് നിന്ന് ആ വീഡിയോ എടുത്ത് അവന് ഡോക്യുമെൻ്റ് ആക്കി അയച്ചു ഉണ്ട്. തൻ്റെ ആൻഡ്രോയിഡ് ഫോണിലൊക്കെ എഡിറ്റ് ചെയ്യുന്ന ആളായിരിക്കും. ഈ വീഡിയോ അവനെ അയച്ചു കൊടുക്കുക. ഇനി അവനോടാണ് പറയാനുള്ളത്, എടാ നീ ആ സമയത്ത് എടുത്ത റിസ്ക് ഇല്ലേ, നീ ആ സമയത്ത് എടുത്ത ആ പെയിനില്ലേ, അതാണ് ഞങ്ങൾക്ക് ഇനി ഓർക്കാനുള്ളത്. ഞങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മകളുണ്ടെങ്കിൽ അതിനൊറ്റ കാരണക്കാരനുള്ളൂ, അത് നീയാണ്. ഞാൻ അതുപോലെ ഈ വീഡിയോ നിനക്ക് വേണ്ടി സമർപ്പിക്കുന്നു, നിനക്ക് വേണ്ടി മാത്രം. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്. ഫോളോ മീ. ബൈ.